ഓക്കെ. അപ്പോ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൽസൺസ് തിയറം. വിൽസൺസ് തിയറം. അപ്പോ വിൽസൺസ് തിയറം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ചെറിയ എന്താണ് കാര്യം ഒന്ന് ഇതാക്കാനുണ്ട്. എന്താണ് ഓർമ്മിക്കാനുണ്ട്. കൈൻഡ് ഓഫ് ഇത് വിൽസൺസ് തിയറത്തിന്റെ പാർട്ടല്ല, പക്ഷെ വിൽസൺസ് തിയറം പ്രൂവ് ചെയ്യാൻ ഇത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ലൈക്ക് ആൻ എക്സാമ്പിൾ ഞാനിത് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നിങ്ങൾ എന്താണ് വിൽസൺസ് തിയറത്തിന്റെ ഇടയ്ക്കൊന്ന് കോട്ട് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോ ഒരു പ്രൈം നമ്പർ എടുക്കുക, ഇഷ്ടമുള്ള ഒരു പ്രൈം നമ്പർ എടുക്കുക. സേ ഞാനിപ്പോ 5 എടുക്കുകയാണ് കേട്ടോ, 5. എന്നിട്ട് ഇയാളുടെ ലീസ്റ്റ് റെസിഡ്യൂസ് എഴുതുകയാണ്. ലീസ്റ്റ് റെസിഡ്യൂസ് അതായത് ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആകാൻ സാധ്യതയുള്ള നമ്പേഴ്സ്. നിങ്ങൾക്ക് അതറിയാം, ലീസ്റ്റ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4. 0 തൊട്ട് എന്താണോ നിങ്ങൾ എടുത്തത് അതിന് താഴെ വരെ 0, 1, 2, 3 എക്സെട്ര 4. അപ്പൊ ഇതില് നമുക്ക് ആ 0-നെ അങ്ങ് ഒഴിവാക്കാം. 0-നെ അങ്ങ് ഒഴിവാക്കാം, കാര്യമില്ല. ഓക്കെ. എന്നിട്ട് ഇവരുടെയൊക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അതായത് മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. നോക്കുക. 1 into 1 is congruent to 1 mod 5 അല്ലെ? 1 into 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 minus 1 0 ആണ്. 0-യെ 5 ഡിവൈഡ് ചെയ്തിരിക്കും. 0 ഏത് നമ്പർ ഡിവൈഡ് ചെയ്യും? 0-നെ 5 ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പോ 1-ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1-ന്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്. ഇനി അടുത്ത് 2. 2 into 3 is congruent to 1 mod 5. 2 into 3 is congruent to 1 mod 5. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6 minus 1 5 ആണ്. 5-നെ 5 ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പൊ 2-ന്റെ ഇൻവേഴ്സ് 3 ആണ്. 2-ന്റെ ഇൻവേഴ്സ് 3 ആണ്. Similarly, 3 into 2 is congruent to 1 mod 5. 3 into 2 ഉം 5 തന്നെയാണ്. ഒന്ന് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ. ആൻഡ് ഫൈനലി നോക്കുക, 4 into 4 is congruent to 1 mod 5. 4 into 4 എന്ന് പറയുന്നത് 16 ആണ്. 16 minus 1 15 ആണ്. 15-നെ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 15-നെ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലീസ്റ്റ് റെസിഡ്യൂവിന്റെ കൂട്ടത്തിൽ 0-യെ ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ഇൻവേഴ്സുകൾ ആരാണ്? മോഡുലാർ ഇൻവേഴ്സ്, മോഡുലോ പി എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ 1-ന്റെ ഇൻവേഴ്സ് 1 തന്നെയായിട്ട് കിട്ടി. 1-ന്റെ ഇൻവേഴ്സ് 1 തന്നെയായിട്ട് കിട്ടി. അതുപോലെ അവസാനത്തെ ആള്, അതായത് നിങ്ങളുടെ പി എന്താണോ, പി മൈനസ് അയാളുടെ ഇൻവേഴ്സും അയാൾ തന്നെയായിട്ട് കിട്ടി. ബാക്കിയുള്ളവരോ? ഇതിന്റെ രണ്ടിന്റെ ഇടയിലെ നമ്പേഴ്സ് കാണാമല്ലോ. ഇവിടെ 1ഉം 4ഉം അതിന്റെ ഇടയിൽ 2ഉം 3ഉം ഉണ്ട്. അവരുടെ 2-ന്റെയും 3-യുടെയും ഇൻവേഴ്സ് ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. 2-ന്റെ ഇൻവേഴ്സ് 3ഉം 3-യുടെ ഇൻവേഴ്സ് 2ഉം കഴിഞ്ഞു. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ ഒരു പ്രൈം നമ്പർ പി എടുക്കുക, അതിന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് 0-നെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ 1ഉം അവസാനത്തെ ആളും പി മൈനസ് 1 അവരെല്ലാം സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതായത് അവരുടെയൊക്കെ ഇൻവേഴ്സ് അവരൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള എന്താണ് അതിന്റെ ഇടയിലുള്ളവർ, 1ഉം പി മൈനസ് 1-ന്റെ ഇടയിലുള്ള ആൾക്കാരുടെ ഇൻവേഴ്സ് ആ കൂട്ടത്തിൽ തന്നെ കാണും. നമുക്കൊരു മാറ്റത്തിന് വേണ്ടി 7 എടുക്കാം. 7-ന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് നേരത്തെ എടുത്ത കാര്യം തന്നെ എടുക്കാം. ലീസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 0, 1, 2, 3, 4, 5, 6 ഇത്രയും പേര്. ഈ കൂട്ടത്തിൽ 0-യെ ഒഴിവാക്കാം. എന്നിട്ട് 1-ന്റെ കാര്യം നോക്കാം. 1 into 1 is congruent to 1 mod 7 അല്ലെ? 1 into 1 1 ആണ്. 1 minus 1 0 ആണ്. 0-യെ 7 ഡിവൈഡ് ചെയ്യും. ശരിയാണ്. ഓക്കെ, അപ്പോ ആ കാര്യം ഓക്കെയാണ്. ഇനി അടുത്ത് അവസാനത്തെ ആൾ 6 into 6 is congruent to 1 mod 7. 6 into 6 36. 36 minus 1 35. 35 is divisible by 7. 35-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോ 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ, അവസാനത്തെ ആള് P-1 P7 ആണ്, P-1ന്റെ ഇൻവേഴ്സ് അയാള് തന്നെ. ഇനി അടുത്ത 2ന്റെ കാര്യം നോക്കാം. 2ന്റെ കാര്യം 2 into 4 is congruent to 1 mod 7. 2 into 4 8 ആണ്. 8 minus 1 7 ആണ്. 7 is divisible by 7. 2ന്റെ ഇൻവേഴ്സ് 4 ആണ്. 2ന്റെ ഇൻവേഴ്സ് 4 ആണ്. 2 inverse of 2 is 4. Similarly 4ന്റെ ഇൻവേഴ്സ് 2. തിരിച്ചു എഴുതാൻ അങ്ങനെയാണ്. ഇനി അടുത്ത 3 into 5 is congruent to 1 mod 7. 3 into 5 15 ആണ്. 15 minus 1 14 ആണ്. 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3യുടെ ഇൻവേഴ്സ് 5, 5ന്റെ ഇൻവേഴ്സ് 3. 3ന്റെ ഇൻവേഴ്സ് 5, 5ന്റെ ഇൻവേഴ്സ് 3. അപ്പൊ നിങ്ങൾ നോക്കുക, 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ, 6ന്റെ ഇൻവേഴ്സ് 6 തന്നെ, 2ന്റെ ഇൻവേഴ്സ് 4 വന്നു, 3യുടെ ഇൻവേഴ്സ് 5 വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ അവസാനത്തെ ആൾക്കാരുടെ ഇൻവേഴ്സ് അവരവരെ തന്നെ, പിന്നെ അതിന്റെ ഇടയിലുള്ള ആൾക്കാരുടെ ഇൻവേഴ്സ് ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായി. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വിൽസൺസ് തിയറം പറയുന്നതിന് മുമ്പേ ആദ്യം നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകത അതാണ്. അപ്പൊ ഞാൻ ആ കാര്യമാണ് എഴുതി വെക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും ഈ കാര്യം എഴുതി വെക്കരുത്, ഈ എക്സാമ്പിൾസ് എഴുതി വെക്കരുത്. ജസ്റ്റ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നമുക്കിത് വിൽസൺസ് തിയറത്തിന്റെ ഇടയിൽ കോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ലെറ്റ് P be a prime. P be a prime. Then 1 and P-1 are self-invertible modulo P. Invertible modulo P. അതായത് 1ന്റെ P-ന്റെ ഇൻവേഴ്സ് അവരൊക്കെ തന്നെയാണ്. And the inverses of 2, 3, etc. up to P-2. അതായത് ഈ കൂട്ടത്തിലുള്ള Pയുടെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ, ഇതിന്റെ ഇടയിലുള്ള ആൾക്കാർ P-2 മോഡുലോ P are among them. Itself. ഇവരുടെയൊക്കെ ഇൻവേഴ്സ് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഇതാണ് നമ്മൾ വിൽസൺസ് തിയറം പ്രൂവ് ചെയ്യുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് വിൽസൺസ് തിയറം എന്ന് നോക്കാം. വിൽസൺസ് തിയറം പറയുന്ന കാര്യം. വിൽസൺസ് theorem states that if P is a prime, then P-1 factorial is congruent to -1 mod P. P ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ P-1 ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. P-1 വരെയുള്ള മൾട്ടിപ്പിൾ അത് -1ന് കോൺഗ്രുവന്റ് ആയിരിക്കും. മോഡുലോ P. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പ്രൂഫിലേക്ക് അങ്ങ് കടക്കാം. വേറൊരു സമയം കളയണ്ട, നേരെ പ്രൂഫിലേക്ക് കടക്കാം. ശരി, പ്രൂഫ്. പ്രൈം നമ്പർ ആണല്ലോ P. If P is equal to 2, P2 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then P-1 factorial, P2 ആണല്ലോ, P-1 factorial, that is equal to 2 minus 1 factorial. 2 minus 1 എന്ന് പറയുമ്പോൾ 1 factorial. 1 factorial 1 തന്നെയല്ലേ? 1 തന്നെയാണ്. ഒരു നമ്പർ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കില്ലേ? ഒരു റിഫ്ലക്സീവ് പ്രോപ്പർട്ടി, ഒരു നമ്പർ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ഫലത്തിൽ എന്താണ്? P-1 ഫാക്ടോറിയൽ
സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇത് 1 ആണ്. ഇത് 1 ആണ്. നിങ്ങൾ എന്നെ നോക്കുക, 1 is congruent to -1 mod 2 അല്ലേ? 1 is congruent to -1 mod 2 അല്ലേ? നോക്കുക, 1 മൈനസ് 1 2, 1 മൈനസ് 1 2, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? പറ്റും. അപ്പൊ 1 is congruent to -1 mod p. ഈ 1 എന്ന് പറയുന്നത് p-1 ഫാക്ടോറിയൽ അല്ലേ? p-1 ഫാക്ടോറിയൽ congruent to -1 mod 2 എന്ന് പറയുന്നത് p എന്ന് പറയുന്നത് 2 ആയിട്ടല്ലേ നമ്മൾ എടുത്തത്? p. അപ്പോ p2 ആകുമ്പോൾ വിൽസൺസ് തിയറം ട്രൂ ആണ്. p2 ആകുമ്പോൾ വിൽസൺസ് തിയറം ശരിയാണ്. പറഞ്ഞ കാര്യം ശരിയാണ്. നോക്കുക, p-നെ ഞാൻ 2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ p-1 ഫാക്ടോറിയൽ എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് 1 ആണ്. 1 congruent to -1 mod 2 ആണ്. കാരണം 1 മൈനസ് 1 2 is divisible by 2. Done. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്ന p-1 ഫാക്ടോറിയൽ is congruent to -1 mod p. 2ന് പകരം p കൊടുക്കും. കഴിഞ്ഞു. We are done. അപ്പോ p2 ആവുമ്പോൾ വിൽസൺസ് തിയറം ശരിയാണ്. ഇനി അങ്ങനെയല്ല, p2വിനേക്കാൾ വലുതാണെങ്കിലോ? let p greater than 2. let p greater than 2. p2വിനേക്കാൾ വലുതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം അങ്ങോട്ട് എടുക്കുക. That is 1 and p-1 are self-invertible. Modulo p. Self-invertible modulo p. ആണല്ലോ. and 2, 3, etc. p-2 have inverses among themselves. അവരുടെയൊക്കെ ഇൻവേഴ്സ് ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, 2 into 3 into 4 into etc. into p-2 എന്നായിരുന്നു. നിങ്ങൾ നോക്കുക, ഈ 2ന്റെ ഇൻവേഴ്സ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും. ആരാണെന്ന് സ്പെസിഫിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കൂട്ടത്തിലാണ്. അയാളും 2ഉം കൂടെ ചേർന്ന് കോൺഗ്രുവന്റ് ടു 1 ആവൂലേ? ചേർന്നുകൊണ്ട് കോൺഗ്രുവന്റ് ടു 1 ആവൂലേ? ആവും. ഇനി 3യുടെ ഇൻവേഴ്സ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും. അയാളും 3ഉം കൂടെ ചേർന്നിട്ട് കോൺഗ്രുവന്റ് ടു 1 ആവൂലേ? 1 ആവും. അങ്ങനെ ഈ കൂട്ടത്തിൽ രണ്ടുപേര് വെച്ചിട്ട് കോൺഗ്രുവന്റ് ആയി മാറിക്കൊണ്ടിരിക്കും. തമ്മിൽ കോൺഗ്രുവന്റ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കോൺഗ്രുവന്റ് ടു 1 into 1 into എത്രയോ ടൈംസ് 1 മോഡുലോ p. പറഞ്ഞ എത്രയേ ഉള്ളൂ? ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഇൻവേഴ്സ് ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. 2ന്റെ ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ 2 into that number is congruent to 1. ഇനി 3യുടെ ഇൻവേഴ്സ് ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്. അപ്പൊ 3 into that number is congruent to 1. അപ്പൊ അങ്ങനെ ഈ കൂട്ടത്തിൽ കുറെ 1കളായിരിക്കും വരുന്നത്. 1 into 1 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. 1 മോഡുലോ p. 1 into 1 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ. കഴിഞ്ഞു. കണ്ടല്ലോ. അപ്പൊ ഈ കാര്യമാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കാനുള്ളത്. Now next, p-1 factorial. Which is congruent to 1 into 2 into 3 into etc. into p-2 into p-1. mod p. 1 into 2 into etc. into p-2 into p-1 mod p. ഈ 2 into 3 into 4 into etc. p-2 ആണ് 1ന് കോൺഗ്രുവന്റ് എന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ 1 into p-1. 1 into 1 into p-1. കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത
ഈ P is congruent to 0 mod P. അല്ലെ? P is congruent to 0 mod P. P minus 0 P ആണ്. P is divisible by P. P is congruent to 0 mod P. അങ്ങനെയാണെങ്കിൽ P minus 1 factorial is congruent to 1 into 1 into P minus 1 ആണല്ലോ. Pക്ക് വരും 0 minus 1 mod P. അപ്പൊ ഇയാള് congruent to 1 into 1 into minus 1 mod P. 1 into 1 into minus 1 mod P. 1 into 1 into minus 1 minus 1. Minus 1 mod P. Hence, Wilson's theorem proved. Hence, we proved Wilson's theorem. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ Wilson's theorem. P minus 1 factorial is congruent to minus 1 mod P. We are done. Okay, അപ്പോൾ അത്രയേ ഉള്ളൂ Wilson's theorem. Now, going for Fermat's theorem. എന്താണ് Fermat's theorem? അപ്പോൾ Wilson's theorem കണ്ടതുപോലെ Fermat's theoremത്തിന് മുൻപ് നമ്മൾ വേറൊരു കാര്യം, ഒരു ചെറിയ നോട്ട് നോക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈം നമ്പർ എടുക്കണം. ഞാനൊരു പ്രൈം നമ്പർ 5 എടുക്കുകയാണ് കേട്ടോ. 5 ഒരു പ്രൈം നമ്പർ ആയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു ഇൻറ്റിജർ പ്രൈം നമ്പർ P is equal to 5 ആൻഡ് ഒരു ഇൻറ്റിജർ A എടുക്കണം. ഒരു ഇൻറ്റിജർ A എടുക്കണം. ഞാൻ 3 എടുക്കുകയാണ് കേട്ടോ. ഇൻറ്റിജർ 3 എടുക്കുകയാണ്. സച്ച് ദാറ്റ് ആ ഇൻറ്റിജറിന് ഒരു പ്രത്യേകത കാണണം. ഈ P എന്ന് പറയുന്നത് Aനെ ഡിവൈഡ് ചെയ്യരുത്. അല്ലെ? 5 3നെ ഡിവൈഡ് ചെയ്യത്തില്ലല്ലോ. 5 ഒരു കാരണവശാലും 3നെ ഡിവൈഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഇൻറ്റിജർ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ന്റെ ലീസ്റ്റ് റെസിഡ്യൂ ഉണ്ടല്ലോ, 0 1 2 3 4. 5ന്റെ ലീസ്റ്റ് റെസിഡ്യൂ ഉണ്ട്. ഇവരെ എടുക്കുക. ഇതില് 0നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. 0നെ അങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് എല്ലാവരുടെ കൂടെയും Aനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവരുടെ കൂടെയും Aനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവരുടെ കൂടെ Aനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 3, 2 into 3 6, 3 into 3 9, 4 into 3 12. കിട്ടിയല്ലോ? എല്ലാവരെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ. എന്നിട്ട് ഇവരെ ഓരോരുത്തരെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഏതൊക്കെ വരുമെന്ന് നോക്കാം. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 തന്നെ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2. അതായത് നമ്മൾ നേരത്തെ എടുത്തില്ലേ 1 ലീസ്റ്റ് റെസിഡ്യൂ 0 ഒഴിച്ചിട്ടുള്ള ബാക്കി ലീസ്റ്റ് റെസിഡ്യൂ എന്താണ്? 1 2 3 4. അവരൊക്കെ അല്ലേ തിരിച്ചു വന്നേക്കുന്നത് 1 2 3 4 ആണ്. പക്ഷെ ഓർഡർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സാരമാക്കണ്ട. ഓർഡർ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സാരമാക്കണ്ട. അതായത് 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. അതേപോലെ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അതായത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടിയ ഈ നമ്പേഴ്സിന്റെ ലീസ്റ്റ് റെസിഡ്യൂ നിങ്ങൾ കാണുകയാണെങ്കിൽ 5ന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് എല്ലാം തിരിച്ചു കിട്ടും. പക്ഷെ ഓർഡർ മാറിയിട്ടുണ്ടാവും. അതാണ് നടന്നത്. അപ്പൊ നമ്മളൊരു പ്രൈം നമ്പർ എടുത്തു, A എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എടുത്തു, സച്ച് ദാറ്റ് ആ A കൊണ്ട് ഒരു കാരണവശാൽ ആ P കൊണ്ട് Aനെ ഒരു കാരണവശാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. Pയുടെ ലീസ്റ്റ് റെസിഡ്യൂസ് എടുത്തു, അതിൽ നിന്ന് 0 ഒഴിവാക്കി. എന്നിട്ട് ആ ലീസ്റ്റ് റെസിഡ്യൂസിനെ എല്ലാം കൊണ്ടും A കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ വേറെ കുറച്ച് നമ്പർ കിട്ടി. മോഡലോ P എടുത്തു. അപ്പോ Pയുടെ ലീസ്റ്റ് റെസിഡ്യൂസിനെ തന്നെ തിരിച്ചു കിട്ടി. ഓർഡർ മാറിയിട്ടുണ്ടെന്ന് മാത്രം. നെക്സ്റ്റ് നമുക്ക് P ഈക്വൽ ടു, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ P ഈസ് ഈക്വൽ ടു 7 എടുക്കാം. A ഈസ് ഈക്വൽ ടു ഞാൻ 9 എടുക്കുകയാണ്.
a is equal to 9 എടുക്കുക. നോക്കുക 7 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 7 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 7ന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് 0, 1, 2, 3, 4, 5, 6. ഇതിൽ നിന്ന് 0നെ ഒഴിവാക്കുന്നു. 1 into a കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 into 9 9, 2 into 9 18, 3 into 9 27, 4 into 9 36, 5 into 9 45, 6 into 9 54. കണ്ടല്ല, ഇത്ര കിട്ടും. ഇനി ഇവരെ എല്ലാവരെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതുക. 9നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2, 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4, 27നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6, 36നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 45നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3, 54നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6 എല്ലാരും വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാരും വന്നിട്ടുണ്ട്. കഴിഞ്ഞു. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോട്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ. അപ്പോ നോട്ടായിട്ട് നോക്കുക. ലെറ്റ് P be a prime and A be any integer. A be any integer such that P does not divide A. P നെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. Then the least residues of the integers, a, 2a, 3a, etc. p minus 1 into a. അതായത് p ന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് 0 ഒഴിച്ചിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂസിൽ എല്ലാത്തിലും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഒഴിച്ചിട്ടുള്ള ലീസ്റ്റ് റെസിഡ്യൂസിൽ എല്ലാത്തിലും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ലീസ്റ്റ് റെസിഡ്യൂസ് എടുക്കുക, മോഡുലോ p. അതായത് p കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മോഡുലോ p are 1, 2, 3, etc. up to p minus 1 in some order. എവരുടെ p കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1, 2, 3, etc. p minus 1 തന്നെ കിട്ടും. ഓർഡർ ഒന്ന് മാറിയിട്ടുണ്ടാകും, അത് സാരമാക്കണ്ട. അത്രയും കണ്ടല്ലോ. അപ്പൊ ഈ കാര്യമാണ് നമ്മൾ ഫെർമാറ്റ് തിയറം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞു വെക്കുന്നത്. ഇതാണ്. ഓക്കെ, അത് ഫെർമാറ്റ് തിയറത്തിന്റെ പ്രൂഫിന് യൂസ് വരും. അപ്പൊ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യേണ്ടി വരും അതിന്റെ ഇടയ്ക്ക്. ഇനി നമുക്ക് ഫെർമാറ്റ് തിയറം എന്താണെന്ന് നോക്കാം. ഫെർമാറ്റ് തിയറം അഥവാ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. എന്താണ് ഫെർമാറ്റ്സ് ലിറ്റിൽ? അപ്പോ ഫെർമാറ്റ്സ് തിയറം പറയുന്നത് let P be a prime and A be any integer such that P does not divide A. Then A raised to P minus 1 is congruent to 1 mod P. A raised to P minus 1 is congruent to 1 mod P. Okay,
അതാണ് ഫെർമാറ്റ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇയാളുടെ പ്രൂഫിലേക്ക് പോകാം. എന്താണ് പ്രൂഫ്? അപ്പോൾ ഇയാളുടെ പ്രൂഫ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ, ഇപ്പൊ പറഞ്ഞ ആ നോട്ട് അതൊന്ന് കോട്ട് ചെയ്യണം. എന്താണ്? പി എന്ന് പറയുന്ന ഒരു പ്രൈമും എ എന്ന് പറയുന്ന ഇന്റിജർ പിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇന്റിജറുമാണെങ്കിൽ 1 × a, 2 × a, 3 × a എക്സെട്ര p - 1 × a അവരുടെയൊക്കെ മോഡലോ പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1, 2, 3 എക്സെട്ര p - 1 തന്നെയാണ്. പക്ഷേ സം ഓർഡർ. ആ നോട്ട് ഇവിടെ ആദ്യം എഴുതണം. ആ നോട്ട് ആദ്യം ഇവിടെ നമ്മൾ എഴുതണം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ നോട്ട്. ഓക്കെ, അപ്പൊ ആ കാര്യം എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ സോ നമ്മൾ a × 2a × 3a × എക്സെട്ര × p - 1 × a ഇത്രയും പേര് എടുത്തു. p - 1 × a എടുത്തു. സംഭവം ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോരുത്തരും കോൺഗ്രുവന്റ് ടു 1. ആരെങ്കിലും ഒരാൾ 1ന് കോൺഗ്രുവന്റ് ആയിരിക്കും, ആരെങ്കിലും ഒരാൾ 2ന് കോൺഗ്രുവന്റ് ആയിരിക്കും, ആരെങ്കിലും ഒരാൾ അങ്ങനെ അങ്ങനെ p - 1 വരെ കോൺഗ്രുവന്റ് ആയിരിക്കും. അതല്ലേ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. 1 × a, 2 × a, 3 × a എക്സെട്ര p - 1 × a ഇവരൊക്കെ 1ഓ 2ഓ 3ഓ എക്സെട്ര p - 1 വരെ കോൺഗ്രുവന്റ് ആയിരിക്കും. പക്ഷെ ഓർഡർ മാറിയിരിക്കുകയായിരിക്കും. അത്രേ ഉള്ളൂ ഒരു പ്രശ്നം. ശരി, കോൺഗ്രുവന്റ് 1, 2, 3 എക്സെട്ര p - 1 മോഡുലോ പി. അത്രേ ഉള്ളൂ. ഇയാള് ആരോടാണ് കൃത്യമായിട്ടെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല, കാരണം ഓർഡർ മാറിയിരിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുമിച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ കൂട്ടത്തിൽ ആരോ 1ന് കോൺഗ്രുവന്റ് ആണ്, ഈ കൂട്ടത്തിൽ ആരോ 2ന് കോൺഗ്രുവന്റ് ആണ്, ഈ കൂട്ടത്തിൽ ആരോ 3ക്ക് കോൺഗ്രുവന്റ് ആണ്, അങ്ങനെ അങ്ങനെ ഈ കൂട്ടത്തിൽ ആരോ p - 1ന് കോൺഗ്രുവന്റ് ആണ്. അപ്പൊ അവരെയൊക്കെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഓർഡർ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവിടെ 1a, 2a, 3a എക്സെട്ര p - 1 × a. അങ്ങനെ ഇവിടെ എല്ലാം കൂടെ a p - 1 ടൈംസ് a ഉണ്ട്, p - 1 ടൈംസ് a ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് എഴുതി a raised to p - 1 ആക്കി. എന്നിട്ട് ബാക്കി എല്ലായിടത്തു നിന്ന് a എടുത്ത് മാറ്റി കളഞ്ഞുകൊണ്ട് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 എക്സെട്ര ഇവിടെ p - 1, ഇവിടെ p - 1 കണ്ടല്ല കഴിഞ്ഞു. is congruent to 1 × 2 × etc p - 1 p - 1 p - 1 factorial 1 × 2 × etc × p - 1 എന്ന് പറഞ്ഞാൽ p - 1 factorial mod p. ഇതും 1 × 2 × etc p - 1 അല്ലേ, ഇയാളും p - 1 factorial. a raised to p - 1 is congruent to p - 1 modulo p. വിൽസൺസ് തിയറം അനുസരിച്ച് p - 1 ഫാക്ടോറിയൽ is congruent to -1 mod p ആണ്. ഈ ഒരു പ്രൈം ആണെങ്കിൽ വിൽസൺസ് തിയറം അനുസരിച്ച് p - 1 ഫാക്ടോറിയൽ is congruent to -1 mod p ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇയാൾക്ക് വരെ നമുക്ക് -1 എഴുതാം. ഇവിടെ -1 എഴുതാം. എന്നിട്ട് രണ്ട് സൈഡും -1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × -1 +1 ആവും, a raised to p - 1. ഇവിടെയും -1 × -1 +1 ആവും, 1 mod p. കഴിഞ്ഞു. ഫെർമാറ്റ് തിയറം is proved. ഫെർമാറ്റ് തിയറം is proved. Done. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഫെർമാറ്റ് തിയറം വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ. We are done. ശരി, അപ്പോൾ ഫെർമാറ്റ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the remainder when 16 raised to 53 is divided by 17. 16 raised to 53 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ? അപ്പൊ നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, എന്താണെന്ന് നോക്കാൻ പോവുകയാണ്.
അത് തന്നെ 17 ഒരു പ്രൈം നമ്പർ ആണ്. 17 ഒരു പ്രൈം നമ്പർ ആണ്. 16 എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. 16 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. സച്ച് ദാറ്റ് ഈ പ്രൈം നമ്പർ ആയ 17 16 എന്ന് പറയുന്ന ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോ ആ കാര്യം ഓക്കെ. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ബൈ ഫെർമാറ്റ്സ് തിയറം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും 16 raised to a raised to p minus 1 is congruent to 1 mod p. ഫെർമാറ്റ്സ് തിയറം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് വന്നത് 1 mod p. അതായത് 16 raised to 16 is congruent to 1 mod p. അതായത് 16 raised to 16നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് 1. കണ്ടല്ലോ, കണ്ടു. നമുക്ക് അത് കിട്ടി. നമുക്ക് പക്ഷെ വേണ്ടത് 16 raised to 53യെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ 16ന്റെ പവറായ 16നെ 53 ആക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. അപ്പൊ എങ്ങനെ അയാളെ പവർ 53 ആക്കാം? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 53യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ അൽഗോരിതം എഴുതണം. അതായത് 16 × 3 48 + 5 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ രണ്ട് സ്ഥലത്തും റേസ് ടു 3 എടുക്കുകയാണ്. 16 raised to 16 raised to 3, that is 16 raised to 16 into 3. 1 raised to 3 1 തന്നെയാണ്, അതിനി പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. 16 raised to 16 into 3, 16 into 3 എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 congruent to 1 mod 17. അതായത് 16 raised to 48നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. അതുവരെ എത്തി. നമുക്ക് പവർ വേണ്ട ഒരു 53 ആണ്. ഇനി ഒരു 5 പവറും കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടും. 5 പവറും കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഒരു 5 പവർ കൂടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇയാളെ 1 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കാം. 16 is congruent to -1 mod 17 അല്ലേ? നോക്കുക അല്ലെ? 16 -1 17. 17 is divisible by 17. ഓക്കെ ആണ്. 16 is congruent to -1 mod 17 ആണ്. രണ്ട് സൈഡും സ്ക്വയർ എടുക്കുക. -1 സ്ക്വയർ 1 ആണ്. രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ എടുക്കുക. 16 സ്ക്വയർ the whole square 16 raised to 4 ആണ്. ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെയാണ്. 1 തന്നെയാണ്. ഇനി ഒരു 5 പവറിന്റെ കൂടെ അത്യാവശ്യമാണ് ഉണ്ടായിരുന്നത്. അഞ്ചാമത്തെ പവർ എത്തിക്കണം. അതുകൊണ്ട് രണ്ട് സൈഡും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 16 into 16 raised to 4 is 16 raised to 5. 16 into 1 is 16 itself. mod 17. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ. 16 raised to 48 into 16 raised to 5 is congruent to 1 into 16 mod 17. 16 raised to 48 into 16 raised to 5 is 16 raised to 48 plus 5 is congruent to 1 into 16 is 16 itself, mod 17. 16 raised to 48 plus 5 is 16 raised to 53 is congruent to 16 mod 17. അപ്പോൾ 16 raised to 53യെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 16 ആണ്. 16 raised to 53യെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 16 തന്നെയാണ്. വി ആർ ഡൺ. കഴിഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം.
വളരെ വളരെ സിമ്പിൾ ആണ്. Now, next question. Find the remainder when 16 raised to 53 is divided by 7. 16 raised to 53 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 16 raised to 53 is divided by 7. അപ്പോൾ റിമൈൻഡർ അതായിരിക്കും. വീണ്ടും 7 ഒരു പ്രൈം നമ്പർ ആണ്. 7 16നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബൈ ഫെർമാറ്റ്സ് തിയറം by Fermat's theorem 16 raised to 7 minus 1 is congruent to 1 mod 7. 16 raised to 7 minus 1 is congruent to 1 mod 7. അതായത് 16 raised to 6 is congruent to 1 mod 7. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഈ പവർ എനിക്ക് 53 എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 53നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉള്ള ഡിവിഷൻ അൽഗോരിതം എഴുതാൻ പോവുകയാണ്. 53 equal to 6 into 8 plus 5. 6 into 8 plus 5. 53 equal to 6 into 8 plus 5. അപ്പൊ ഞാൻ രണ്ട് സൈഡും റൈസ് ടു 8 എടുക്കുകയാണ്. റൈസ് ടു 8. അപ്പോൾ 16 raised to 6 into 8 എന്ന് പറയുന്നത് 16 raised to 48. 1 raised to 8 1 mod 7. 16 raised to 48 is congruent to 1 mod 7. എനിക്കിനി ഒരു 5 പ്രാവശ്യം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ raised to 53 കിട്ടും. അപ്പോൾ 5 പവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 16 is congruent to 2 mod 7. 16നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 2 ആണ്. 16 മൈനസ് 2 14 ആണ്. 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരി, രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 16 സ്ക്വയർ is congruent to 2 സ്ക്വയർ, that is 4 mod 7. ഒന്നുകൂടെ സ്ക്വയർ എടുക്കാം. 16 raised to 4 is congruent to 4 സ്ക്വയർ 16 ആണ്. 4 സ്ക്വയർ 16 ആണ്. പക്ഷെ 16 is congruent to 2 mod 7 ആണ്. അപ്പൊ ഇവിടെ 16 വരെ നമ്മൾ 2 ഇടുന്നു. 16 raised to 4 is congruent to 2 mod 7. 2 mod 7. ഇനി രണ്ട് സൈഡും 16 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 16 into 16 raised to 4 is equal to 16 raised to 5. 16 into 2 എന്ന് പറയുന്നത് 32 ആണ്. 62 into 2 32 ആണ്. mod 7. 32നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 4 ആണ്. 32 is congruent to 4 mod 7. 32നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 4 ആണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് പകരം കോൺഗ്രുവന്റ് ടു 4 mod 7 എന്ന് കിട്ടും. 16 raised to 5 is congruent to 4 mod 7. കഴിഞ്ഞു. ഒന്നാമത്തും രണ്ടാമത്തും കഴിഞ്ഞു. ഇനി 1 into 2. അതായത് 16 raised to 48 into 16 raised to 5 is congruent to 1 into 4 mod 7. അപ്പൊ ഇയാള് 16 raised to 53 ആകും. 1 into 4 4 ആകും. 4 mod 7 ആകും. 16 raised to 53യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്.
16 raised to 53യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. And this belongs to one of the applications of എന്താണ് Fermat's theorem. Fermat's theoremത്തിന്റെ ആപ്ലിക്കേഷന്റെ കൂട്ടത്തിലാണ് ഇവരൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തറവാകും. That's it. Now going for the next question. Next question, show that n raised to 7 minus n is divisible by 42 for any integer n. ഏതൊരു ഇൻറ്റിജർ എടുത്താലും അയാളുടെ 7th പവർ മൈനസ് ഇറ്റ്സ് ഫസ്റ്റ് പവർ is divisible by 42. 42 കൊണ്ട് divisible ആണെന്ന് പ്രൂവ് ചെയ്യാം. For that നമ്മൾ 42നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതും. അതായത് 42 എന്ന് പറയുന്നത് 2 into 3 into 7 ആണ്. എല്ലാവർക്കും തർക്കമില്ല. 2 into 3 into 7 ആണ് 42. ഓക്കെ, ശരി. നമ്മൾ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം കഴിഞ്ഞതിന് ശേഷം ഒരു തിയറം പഠിച്ചു. എന്താണ്? ഈ പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ, എ ബി എനി ഇൻറ്റിജർ, ഈ ഒരു പ്രൈം നമ്പർ ആണ്. എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ then a raised to p is congruent to a mod p. a raised to p is congruent to a mod p. ഇങ്ങനെ ഒരു തിയറം ഫെർമാറ്റ്സ് തിയറത്തിന് ശേഷം പഠിച്ചിരുന്നു. ഓക്കെ, ആ തിയറം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. നിങ്ങൾ നോക്കുക, 7 ഒരു പ്രൈം നമ്പർ ആണ്. n ഏതോ ഒരു ഇൻറ്റിജർ ആണ്. അതിലിങ്ങനെ പ്രത്യേകതയൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയാൽ മതി. ഏതോ ഒരു ഇൻറ്റിജർ ആണ്, സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഈ തിയറം അനുസരിച്ച് n raised to the prime p എന്താണ് 7 is congruent to n mod p ആണല്ലോ. ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? സോറി, പി എന്ന് പറയുമ്പോൾ നമ്മൾ പി ആയിട്ട് എടുത്ത 7 ആണ് കേട്ടോ, അത് മറന്നുപോയി. 7. ഇതിന്റെ അർത്ഥം എന്താണ്? 7 divides n raised to 7 minus n. n raised to 7 minus n-നെ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. n raised to 7 minus n-നെ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ്, ഇതേ കാര്യം നിങ്ങൾ നോക്കുക. 3 ഒരു പ്രൈം നമ്പർ ആണ്. 3 ഒരു പ്രൈം നമ്പർ ആണ്. n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആണ്. ഇതേ കാര്യം ഒന്നുകൂടെ അപ്ലൈ ചെയ്യാമല്ലോ. എന്താണ്? n raised to the prime 3 is congruent to n mod p. പ്രൈം ഇവിടെ 3 ആണ്. രണ്ട് സൈഡും സ്ക്വയർ എടുക്കാം. n raised to 3 the whole square is congruent to n square mod 3. n cube the whole square എന്ന് പറയുന്നത് n raised to 6 ആണ്. is congruent to n square mod 3. ഇപ്പുറത്തെ സൈഡ് പവർ 7 ആക്കാനായിട്ട് ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. n raised to 6 is congruent to n into n square mod 3. n into n raised to 6 n raised to 7 ആണ്. n into n square എന്ന് പറയുന്നത് n ക്യൂബ് ആണ് mod 3. പക്ഷെ n ക്യൂബ് കോൺഗ്രുവന്റ് ടു n mod 3 ആണ്. അപ്പോ ഈ n ക്യൂബിന് പകരം നമുക്ക് n എഴുതാം. n raised to 7 is congruent to n mod 3. n raised to 7 is congruent to n mod 3. അതായത് ഇതിനർത്ഥം 3 എന്ന് പറയുന്നത് n raised to 7 minus n-നെ ഡിവൈഡ് ചെയ്യും. 3 എന്ന് പറയുന്നത് n raised to 7 minus n-നെ ഡിവൈഡ് ചെയ്യും. ശരി, ഇനി അടുത്ത. let n be even. n ഒരു ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കാം. n എന്ന് പറയുന്നത് ഏതെങ്കിലും ഇൻറ്റിജർ ആവാം. അപ്പോൾ ഈവൻ ആകാം, ഓഡ് ആകാം, ഏതാണെന്ന് സ്പെസിഫിക്കലി പറയത്തില്ല. n ഈവൻ ആണെന്ന് വിചാരിച്ചു. then n raised to 7 is also even.
അല്ലെ? ഒരു നമ്പർ എടുത്ത് അത് ഈവൻ ആണെങ്കിൽ അതിന്റെ എല്ലാ പവറും ഏത് പവർ എടുത്താലും അയാൾ ഈവൻ തന്നെയായി. n⁻⁷ is also even. അങ്ങനെയാണെങ്കിൽ n⁻⁷ മൈനസ് n, ഒരു ഈവൻ നമ്പർ മൈനസ് അനദർ ഈവൻ നമ്പർ ഈസ് ഈവൻ. ഈവൻ നമ്പർ മൈനസ് ഈവൻ നമ്പർ ഇസ് ഈവൻ. അതായത് n⁻⁷ മൈനസ് n ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 എന്ന് പറയുന്നത് n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പൊ n ഈവൻ ആണെങ്കിൽ ഇത് സംഭവിക്കും. അപ്പൊ n ഈവൻ ആവണമെന്ന് തന്നെ ഇല്ലല്ലോ, n ഓടാകാലോ, n ബി ഓഡ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ പവർ ഏത് പവർ എടുത്താലും അയാളും ഓഡ് തന്നെ ആയിരിക്കും. ഒരു ഓഡ് നമ്പറിനെ എത്രാമത്തെ പവർ എടുത്താലും അത് ഓഡ് തന്നെ ആയിരിക്കും. ഒരു ഓഡ് നമ്പർ മൈനസ് ആൻ ഓഡ് നമ്പർ, ഒരു ഓഡ് നമ്പറിൽ നിന്ന് ഓഡ് നമ്പർ കുറച്ചാൽ ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. എത്ര എക്സാമ്പിൾസ് വേണോ നിങ്ങൾക്ക് നോക്കാം. ഒരു ഓഡ് നമ്പറിൽ നിന്ന് ഓഡ് നമ്പർ കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. n⁻⁷ മൈനസ് n ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിനെ എന്നാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഡിവൈഡ്സ് n⁻⁷ മൈനസ് n. അതായത് നിങ്ങൾ എടുക്കുന്ന ഇൻറ്റിജർ ഈവൻ ആയാലും ഓഡ് ആയാലും അയാളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എടുക്കുന്ന ഇൻറ്റിജർ ഈവൻ ആയാലും ഓഡ് ആയാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം നമ്മൾ എഴുതി 7 n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ എഴുതി 3 n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ എഴുതി 2 n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്യും. അതായത് therefore 7 × 3 × 2 അയാള് n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്യും. 7 × 3 × 2 ആണ് 42. അപ്പൊ 42 n⁻⁷ മൈനസ് n-നെ ഡിവൈഡ് ചെയ്യും. Hence we are done. ഇങ്ങനെയാണ് n⁻⁷ മൈനസ് n-നെ 42 ഡിവൈഡ് ചെയ്യും എന്ന് നമ്മൾ എഴുതി വെച്ചത്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that n⁻⁵ minus n is divisible by 30. n⁻⁵ minus n is divisible by 30. എന്നാണ് നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇയാളെ നേരത്തെ ചെയ്ത അതേ മോഡലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 30 എന്ന് പറയുമ്പോൾ 2 × 3 × 5 2 × 3 × 5 കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. n എന്ന് പറയുന്നത് എനി ഇൻറ്റിജർ ആണ്, ഏതെങ്കിലും ഒരു ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ n⁻⁵ പ്രൈം നമ്പർ that is n⁻⁵ is congruent to n-mod 5. n-mod 5 കഴിഞ്ഞു. അതായത് 5 divides n⁻⁵ minus n. We are done. Now അടുത്ത് 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആണ്, കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ n⁻⁵ പ്രൈം നമ്പർ that is 3 is congruent to n-mod 3. n-mod 3. ഇപ്പൊ രണ്ട് സൈഡും ഞാൻ n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. n² കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇയാള് n⁻⁵ ആകും, ഇയാള് n² × n n³ ആകും. n³ എന്ന് പറഞ്ഞാൽ കോൺഗ്രുവന്റ് ടു n ആണെന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ n³ പകരം നമുക്ക് n കൊടുക്കാം, n-mod 3. അപ്പൊ n⁻⁵ is congruent to n-mod 3. അതിന്റെ അർത്ഥം എന്താണ്? 3 divides n⁻⁵ minus n. 3 divides n⁻⁵ minus n. ഇനി അടുത്ത് n ഈവൻ ആണെങ്കിൽ, if n is even, then n⁻⁵ ഉം ഈവൻ തന്നെയായിരിക്കും. ഒരു ഈവൻ നമ്പർ എടുത്താൽ അതിന്റെ ഏത് പവറും ഈവൻ തന്നെയായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഒരു ഈവൻ നമ്പർ മൈനസ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഈവൻ തന്നെയായിരിക്കും, ഉറപ്പാണ്. 10⁵ - ഈവൻ തന്നെയായിരിക്കും. ഒരു ഈവൻ നമ്പറിനെ എന്തായാലും 2 ഡിവൈഡ് ചെയ്തിരിക്കും. 2 ഡിവൈഡ്സ് 10⁻⁻n കഴിഞ്ഞു. n ഈവൻ തന്നെ ആകണമെന്നില്ലല്ലോ, n ഓഡ് ആകാമല്ലോ, n ഓഡ് ആകാം. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഏത് പവറും ഓഡ് തന്നെയായിരിക്കും, അതായത് n⁵ ഓഡ് തന്നെയായിരിക്കും. n⁵ ഓടാണ്, n ഓടാണ്. ഒരു ഓഡ് നമ്പർ മൈനസ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയി. കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച അതേ ലോ, n⁵ - n ഈവൻ നമ്പർ ആയി. ഈവൻ നമ്പറിന്റെ എന്നായാലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ n⁵ - നെ n ഓഡ് ആയാലും ഈവൻ ആയാലും, അതായത് എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 5 n⁵ - നെ ഡിവൈഡ് ചെയ്യും, 3 n⁵ - നെ ഡിവൈഡ് ചെയ്യും, 2 n⁵ - നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 × 3 × 2 n⁵ - നെ ഡിവൈഡ് ചെയ്യും. അതായത് 30 n⁵ - നെ ഡിവൈഡ് ചെയ്യും. കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ച് നമ്മൾ n⁵ - നെ 30 ഡിവൈഡ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. We are done. Now, a final question. Next question പറയുന്നത്, prove that eighth power of any number is of the form 17m or 17m plus or minus 1. അതായത് നിങ്ങൾ ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ട് ആ ഇൻറ്റിജറിനെ നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ ആ ഇൻറ്റിജർ 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ഇൻറ്റിജർ എടുത്തിട്ട് അതിന്റെ 8th പവർ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ട് അയാളുടെ 8th പവർ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾ 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ 17ന്റെ മൾട്ടിപ്പിൾ നിന്ന് ഒന്ന് കൂടുതലോ കുറവോ ആയിരിക്കും. അതാണ് പ്ലസ് ഓർ മൈനസ് 1. 17ന്റെ മൾട്ടിപ്പിൾ ആകാൻ ഒന്ന് കൂടുതലോ കുറവോ ആയിരിക്കും. അതായത് നിങ്ങൾ ഏത് ഇൻറ്റിജർ എടുത്താലും ആ ഇൻറ്റിജറിന്റെ 8ാമത്തെ പവർ ഒന്നുകിൽ 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താണ് 17ന്റെ മൾട്ടിപ്പിൾ നിന്ന് ഒന്ന് കുറവോ കൂടുതലോ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് n be any integer. n ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിക്കോട്ടെ. n be any integer. If n is a multiple of 17, ഏത് ഇൻറ്റിജർ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ n മൾട്ടിപ്പിൾ ഓഫ് 17 ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ then n�8 is also a multiple of 17. അല്ലെ, n മൾട്ടിപ്പിൾ ഓഫ് 17 ആണല്ലോ. അപ്പൊ n-ന്റെ എത്രാമത്തെ പവർ എടുത്താലും അയാളും മൾട്ടിപ്പിൾ ഓഫ് 17 തന്നെ ആയിരിക്കും, ഇല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 17. അപ്പൊ 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9ന്റെ ഏത് പവർ എടുത്താലും അത് 3യുടെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. അപ്പൊ അതുപോലെ n�8 17ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ. Therefore n�8 എന്ന് പറയുന്നത് 17ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ n�8 എന്ന് പറയുന്നത് 17 × m എന്ന ഫോമിലായിരിക്കും. കഴിഞ്ഞു. n�8 എന്ന് പറയുന്നത് 17 × m എന്ന ഫോമിലായിരിക്കും. വി ആർ ഡൺ. അതായത് നമ്മൾ എടുക്കുന്ന ഇൻറ്റിജർ 17ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇനി ഒന്നും പറയാനില്ല. n 17ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ n⁻⁻ എനി പവറും 17ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞു, കാര്യങ്ങൾ. ഇനി അടുത്ത് n 17ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ, ഇഫ് n is not a multiple of 17, അതായത് 17 ഒരു പ്രൈം നമ്പർ ആണ്, 17ന്റെ മൾട്ടിപ്പിൾ അല്ല n. അതായത് 17 n-നെ ഡിവൈഡ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം നമുക്ക് ഉപയോഗിക്കാം. ഫെർമാറ്റ്സ് തിയറം പറയുന്നത് n⁻⁻1 is congruent to 1 mod p എന്നാണ്. 1 mod p, അതായത് ഇവിടെ p 17 ആണ്. അതായത് n⁻16 is congruent to 1 mod 17.
അതായത് 17 എന്ന് പറയുന്നത് n⁻16 - 1 ചെയ്യുന്നുണ്ട്. 17 എന്ന് പറയുന്നത് n⁻16 - 1 ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് n⁻16 - 1 പറ്റി നോക്കാം. ഇതെന്ന് പറയുന്നത് n⁻8 സ്ക്വയർ - 1 സ്ക്വയർ അല്ലേ? a square - b square form. That is equal to a minus b into a plus b. a minus b into a plus b. അപ്പൊ നോക്കാം n⁻8 - 1. അതായത് 17 divides n⁻16 - 1 എന്നല്ലേ പറഞ്ഞത്. അതായത് 17 divides n⁻8 - 1 into n⁻8 plus 1. അതായത് that is 17 divides n⁻8 - 1 or 17 divides n⁻8 plus 1 അല്ലേ? അതായത് n⁻8 minus 1 is equal to 17 into m അല്ലേ? 17 ഇയാളെ ഡിവൈഡ് ചെയ്യുക, അതായത് n⁻8 minus 1 17ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ n⁻8 plus 1 is equal to 17m. അല്ലെങ്കിൽ 17 n⁻8 plus 1 ഡിവൈഡ് ചെയ്യുക. അപ്പൊ n⁻8 plus 1 17ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് n⁻8 is equal to 17m. ഈ 1നെ ഇപ്പുറത്ത് എടുക്കുമ്പോൾ plus 1. അല്ല എങ്കിൽ n⁻8 is equal to 17m. 1നെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -1. അതായത് n⁻8 എന്ന് പറയുന്നത് 17m പ്ലസ് അല്ലെങ്കിൽ -1, അതായത് പ്ലസ് ഓർ -1 കഴിഞ്ഞു. അപ്പോൾ ഒന്നുകിൽ n⁻8 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് 17 into m എന്നായിരിക്കും. അല്ലെങ്കിൽ n⁻8 എന്ന് പറയുന്നത് 17ന്റെ മൾട്ടിപ്പിളിൽ ഒന്ന് കുറവോ കൂടുതലോ ആയിരിക്കും. അത്രയും.